പാലക്കാടിന് റെയിൽവേ കോച്ച് ഫാക്ടറി നഷ്ടപ്പെടുത്തിയതിന് ഉത്തരവാദികൾ ഇടത് വലത് മുന്നണികളെന്ന് BJP. 2007 CPM പിന്തുണയിൽ കേന്ദ്രം ഭരിച്ച UPA സർക്കാരാണ് പദ്ധതി അനന്തമായി നീട്ടിക്കൊണ്ടുപോയത്. 10 വർഷം മുൻപ് പുതിയൊരു കോച്ച് ഫാക്ടറി രാജ്യത്ത് ആവശ്യമില്ലെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിട്ടും അതിനെ പുതിയ സംഭവമായി എംപിമാരായ ജോൺ ബ്രിട്ടാസും VK ശ്രീകണ്ഠനും ഉയർത്തിക്കൊണ്ടുവരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് കഞ്ചിക്കോട് സ്ഥാപിക്കാനിരുന്ന കോച്ച് ഫാക്ടറിയെ നഷ്ടപ്പെടുത്തിയത് LDFും UDFും ചേർന്നാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ കുറ്റപ്പെടുത്തി. 2007 ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അധികാരത്തിലെന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒന്നാം UPA സർക്കാരാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചത്. ഇതിനെതിരെ കേരളമൊട്ടാകെ ശക്തമായ ജനവികാരം ഉയർന്നതിനെ തുടർന്നാണ് പാലക്കാടിന് നഷ്ടപരിഹാരമെന്ന നിലയിൽ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത്. എന്നാൽ പാലക്കാടിനൊപ്പം പ്രഖ്യാപിച്ച റായ്ബറേലി മോഡേൺ കോച്ച് ഫാക്ടറിയും ചപ്രയിലെ റെയിൽ വീൽ ഫാക്ടറിയും 2012 തന്നെ പൂർത്തിയാക്കി ഉൽപ്പാദനം ആരംഭിച്ചു. പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് ആവശ്യമായ മുഴുവൻ ഭൂമി പോലും ഏറ്റെടുക്കാൻ കേരള സർക്കാർ തയ്യാറായില്ല. 2014 മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം രാജ്യത്തിന് പുതിയ കോച്ച് ഫാക്ടറി ആവശ്യമില്ല എന്ന റെയിൽവേ നയപരമായ തീരുമാനം വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ 10 വർഷം മുൻപ് MP രാജേഷ് MP ആയിരുന്ന കാലത്ത് തന്നെ അന്നത്തെ റെയിൽവേ മന്ത്രി പറഞ്ഞ കാര്യം ഇന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കാനാണെന്നും C കൃഷ്ണകുമാർ പറയുന്നു. അന്ന് സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയില്ല, പൊതുമേഖലയിലും ഇല്ല എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറുപടി കൊടുത്താണ്. ഇന്ന് ജോൺ ബ്രിട്ടാസ് അതൊരു വിവാദമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ശ്രീ VK ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകൾ ഇതൊരു പുതിയ സംഭവം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെയും പാലക്കാടിലെയും ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അവരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് തുല്യമാണ്. പാലക്കാട് കോച്ച് ഫാക്ടറി എന്നുള്ളത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഒരു പതിറ്റാണ്ടിന് മുമ്പ് തന്നെ പാലക്കാട് ഇനി കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എന്നുള്ളത് ലോകസഭയിൽ വ്യക്തമാക്കിയതാണ്. 1980കളിൽ പാലക്കാടിന് അനുവദിച്ചിരുന്ന കോച്ച് ഫാക്ടറി സ്ഥാപിക്കാതെ പഞ്ചാബിലേക്ക് മാറ്റാൻ അനുവദിച്ച ചരിത്രമുള്ള കോൺഗ്രസിന് ഇന്ന് പാലക്കാടിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും ധാർമ്മിക അവകാശമില്ല. കോച്ച് ഫാക്ടറിക്കായി ഭൂമി ഏറ്റെടുത്ത സ്ഥലത്ത് ലോജിസ്റ്റിക്സ് പാർക്ക് അല്ലെങ്കിൽ എയിംസ് കൊണ്ടുവരാനാണ് MPമാർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു. BJP അവിടെ ഒരു ലോജിസ്റ്റിക്സ് പാർക്ക്, കാരണം വ്യവസായ മേഖലയിൽ കേന്ദ്രത്തിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരികയാണ്. കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ തിരുപ്പൂരിന്റെ സാമീപ്യം, ഇതെല്ലാം ഒരു ലോജിസ്റ്റിക്സ് പാർക്ക് സ്ഥാപിക്കാൻ ആ ഭൂമി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പാലക്കാടിന്റെ വികസനത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ബലിയാടാക്കിയ UDFന്റെയും LDFന്റെയും ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും സത്യാവസ്ഥ മറച്ചുവെച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ ഇനി വിലപ്പോയില്ല എന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കി. ജനം, പാലക്കാട്.